നാട്ടുകാരെ നിങ്ങളിത് കാണണം. ഹലോ, ഇന്ന് നമ്മൾ ചെറുപുഴ വരെ ഒന്ന് പോവാണേ. ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തൊട്ട് പറഞ്ഞ് ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്കാട്ടോ പോയത്. അവിടെ ചെന്ന് ആദ്യം എങ്ങോട്ട് പോകുമെന്നുള്ള ആലോചനയിലായിരുന്നു. പൊന്നൂസ് ചെന്നതേ പറഞ്ഞ് എനിക്ക് വണ്ടി വേണമെന്ന്. അങ്ങനെ ഇതാ ഫസ്റ്റ് ഞാൻ പോയത് എൽറോയിലേക്കാണ്. എൻ്റെ സ്പെക്സ് മാറിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. തീരെ സൂക്ഷ്മത ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് മൊത്തം സ്ക്രാച്ച് വീണ് കുളമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒന്നും കൂടി പവറൊക്കെ ടെസ്റ്റ് ചെയ്ത് ഓർഡറൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് റോസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു അവൾക്ക് ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അവളുടെ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരി കുട്ടപ്പത്തി ആക്കി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഹെയർ കട്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നാട്ടുകാരെ നിങ്ങളിത് കാണണം. പിന്നെ ഞങ്ങൾ പോയത് വാഴപ്പള്ളി സ്റ്റോറിലേക്കാണ്. അവിടെ ചെന്ന് നവനി ഒരേ ബഹളമായിരുന്നു, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഒന്നും മേടിക്കാതെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഒന്നും മേടിക്കാതെയല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അവിടെ നിന്നാണ് ഷാമ്പും കണ്ടീഷണറൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഷാമ്പും കണ്ടീഷണർ എടുത്തു. പിന്നെ ഇത് അമ്മായിമ്മ മരുമോളും കൂടി എന്തൊക്കെയോ വാങ്ങാനുള്ള പ്ലാനായിരുന്നു. പുളിങ്ങോത്തി എന്നിട്ട് കാണിച്ചു തരാമല്ലോ. അവിടെ നല്ല കാറൊന്നും ഇല്ല, അതുകൊണ്ടാണ് മേടിക്കുന്നത്. നമുക്ക് പുളിങ്ങോത്തി എന്നിട്ട് നല്ല കാർ മേടിക്കാം കേട്ടോ. ഓക്കെ, നവനിക്കുട്ടനെ ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റാക്കി. അവിടെ നിന്ന് നേരെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഐസ്ക്രീം മേടിക്കാനായിട്ട് കയറിയിരുന്ന ജ്യൂസ് വേണോ ഷേക്ക് വേണോ ഐസ്ക്രീം വേണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നു. അങ്ങനെ നവനിക്ക് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ ഒരു ഓറിയോ ഷേക്കും വാങ്ങി, പിന്നെ ഒരു പപ്പായ ജ്യൂസും വാങ്ങി കേട്ടോ. പിന്നെ ഒരു വണ്ടിക്കടയിൽ കയറി അവന് വണ്ടി മേടിച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പം ചേച്ചിയുടെ മടിയിലിരുന്നു, ഞാൻ അമ്മയുടെ മടിയിലിരുന്നോളാം, എനിക്ക് കാറ്റ് കിട്ടുന്നില്ലെന്നൊക്കെയാണ് കേട്ടോ നവനി പറയുന്നത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചെറുപുഴ നിരക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചിൻ്റെ മുടി ഞങ്ങൾ മുറിച്ചു. ഞങ്ങൾ മുടിയൊക്കെ മുറിച്ച് സുന്ദരിയായി കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.